സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നെഞ്ചിടിപ്പോടെ മുന്നണികൾ. വോട്ടുകൾ കൂട്ടിയും കിഴിച്ചും ജനഹിതം തങ്ങൾക്ക് അനുകൂലമായിരിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് മുന്നണികൾ. കാറടുക്ക നാർക്കളത്ത് ബോക്സൈറ്റ് ഖനനം അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് കാടകം 13-ാം മൈലിൽ നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്ത് CPIM നേതൃത്വത്തിൽ മനുഷ്യമതിൽ തീർത്തു. കാസർഗോഡ് ജില്ലാ ഗണിതാധ്യാപക കൂട്ടായ്മയായ കാസറോമാസിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ജില്ലാ ഗണിതാധ്യാപക കൂട്ടായ്മയും സർവീസിൽ നിന്നും വിരമിക്കുന്ന ഗണിതാധ്യാപകർക്കുള്ള യാത്രയയപ്പും കാഞ്ഞങ്ങാട് എമിറേറ്റ്സ് ഹാളിൽ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് KCB ഓഫീസിലേക്ക് യുവമോർച്ച കാഞ്ഞങ്ങാട് മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. കലാസാംസ്കാരിക മേഖലയിൽ കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആർട്ട് ഫോറം കാഞ്ഞങ്ങാട് നാദവിസ്മയം സംഗീത പരിപാടി നടത്തി. ഉത്തര മലബാറിലെ പ്രമുഖമായ ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം മെയ് 5 മുതൽ 15 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. യോഗ അസോസിയേഷൻ ഓഫ് കാസർഗോഡും ജില്ലാ സ്പോർട്സ് കൗൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 10ാമത് ജില്ലാ സ്പോർട്സ് യോഗാസന ചാമ്പ്യൻഷിപ്പിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നെഞ്ചിടിപ്പോടെ മുന്നണികൾ. വോട്ടുകൾ കൂട്ടിയും കിഴിച്ചും ജനഹിതം തങ്ങൾക്ക് അനുകൂലമായിരിക്കുമെന്ന ശുഭപ്രതീക്ഷയാണ് മുന്നണികൾ പങ്കുവയ്ക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഉൾപ്പെടെ ചർച്ചയാകുന്നുണ്ടെങ്കിലും കാസർഗോഡ് ജില്ലയിലെ 4 മണ്ഡലങ്ങളിലും ഫലം പ്രവചനാതീതമാണ്. കാസർഗോഡ് ജില്ലയിൽ വലിയ പ്രതീക്ഷകളോടെയാണ് 3 മുന്നണികളും തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കേരളത്തിലെ തന്നെ ശ്രദ്ധേയ മണ്ഡലമായ മഞ്ചേശ്വരമടക്കം ജില്ലയിലെ 5 സീറ്റുകളിലും ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. സംസ്ഥാനത്ത് UDF തരംഗമെന്ന രീതിയിൽ എക്സിറ്റ് പോൾ ഫലം പുറത്തുവന്നതോടെ കാസർഗോഡ് ജില്ലയിലെ UDF കേന്ദ്രങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. കാസർഗോഡ് ജില്ലയിൽ മിക്ക സർവേകളും ജില്ലയിൽ 2 മുതൽ 4 സീറ്റ് വരെ UDFന് ലഭിക്കുമെന്നാണ് പ്രവചിച്ചിട്ടുള്ളത്. മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങൾ UDF നിലനിർത്തുകയും ഉദുമ, തൃക്കരിപ്പൂർ മണ്ഡലങ്ങൾ LDFിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്യുമെന്ന ആത്മവിശ്വാസമാണ് UDF പങ്കുവയ്ക്കുന്നത്. നിലവിൽ കൈവശമുള്ള ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ മണ്ഡലങ്ങൾ നിലനിർത്തുമെന്നും മഞ്ചേശ്വരത്തും കാസർഗോട്ടും നില മെച്ചപ്പെടുത്തുമെന്നുമുള്ള ഉറപ്പിലാണ് LDF. മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിലാണ് NDAയുടെ പ്രതീക്ഷ. എന്നാൽ AKM അഷ്റഫിന്റെ കഴിഞ്ഞ തവണത്തെ 745 വോട്ടുകളുടെ നേരിയ ഭൂരിപക്ഷം ഇത്തവണ ഉയർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. കാസർഗോഡ് മണ്ഡലത്തിൽ ഭൂരിപക്ഷത്തിൽ ഇടിവുണ്ടാകാതെ നോക്കുക എന്നതാണ് UDFിലെ കല്ലട്ര മാഹിൻ ഹാജിയുടെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തകർപ്പൻ പ്രകടനം നിയമസഭയിലും ആവർത്തിക്കാനാണ് NDAയിലെ ML അശ്വനി ശ്രമിക്കുന്നത്. LDFിനു വേണ്ടി പതിവായി INL മത്സരിച്ചിരുന്ന മണ്ഡലത്തിൽ ഇടതു സ്വതന്ത്രനായുള്ള വരവിൽ വോട്ടുവിഹിതം കൂട്ടാമെന്ന പ്രതീക്ഷയിലാണ് ഷാനവാസ് പാദൂർ. ഉദുമയിലേക്ക് വരുമ്പോൾ സിറ്റിംഗ് MLA എന്ന നിലയിലുള്ള വ്യക്തിബന്ധങ്ങളും വികസന നേട്ടങ്ങളും LDFിലെ CH കുഞ്ഞമ്പുവിന് അനുകൂലമാണ്. UDF വോട്ടുകൾ കൃത്യമായി പെട്ടിയിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് UDFിലെ K നീലകണ്ഠൻ. വോട്ടുവിഹിതം മെച്ചപ്പെടുത്താനാകുമെന്നാണ് NDAയിലെ മനുലാൽ മേലത്ത് പ്രതീക്ഷിക്കുന്നത്. LDFിന്റെ ഉറച്ച സീറ്റായ കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ഗോവിന്ദൻ പള്ളിക്കാപ്പലിന്റെ പ്രാദേശിക സ്വീകാര്യത ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ സഹായിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. UDF കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകിയ സീറ്റിൽ സ്ഥാനാർത്ഥി ഷൈജി ഓട്ടപ്പള്ളി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇവിടെ വോട്ടുവിഹിതം മെച്ചപ്പെടുത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് NDA സ്ഥാനാർത്ഥി ബൽരാജ്. CPMന്റെ ഉരുക്കുകോട്ടയായ തൃക്കരിപ്പൂരിൽ LDFിലെ VPP മുസ്തഫ വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു. മുന്നണികൾക്കതീതമായി UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർക്ക് വോട്ടുകൾ ലഭിക്കുമോ എന്ന കാര്യം ചർച്ചയാകുന്നുണ്ട്. NDA സ്ഥാനാർത്ഥി 2020യിലെ രവികുളങ്ങരയും വോട്ടുവിഹിതം കൂടുമെന്ന പ്രതീക്ഷയിലാണ്. വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇത്തരത്തിൽ 2021ന്റെ തനി ആവർത്തനമായിരിക്കും ഉണ്ടാകുക എന്ന ചർച്ചയാണ് കാസർഗോഡ് ജില്ലയിൽ സജീവമാകുന്നത്. SIRലൂടെ വോട്ടർ പട്ടികയിൽ വന്ന മാറ്റം, പുതുതായി പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ ഹിതം, വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം, പോളിംഗ് ശതമാനത്തിലെ വർധന തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുൻനിർത്തിയുള്ള ചർച്ചകളിലാണ് ഇത്തരം നിഗമനങ്ങൾ ഉണ്ടായിട്ടുള്ളത്.
എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾക്കപ്പുറത്ത് അട്ടിമറിയും അത്ഭുതങ്ങളും കാസർഗോഡ് സംഭവിച്ചേക്കാമെന്നും ചില രാഷ്ട്രീയ നിരീക്ഷകർ പ്രവചനം നടത്തുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാറടുക്ക നാർക്കളത്ത് ബോക്സൈറ്റ് ഖനനം അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച കാടകം 13-ാം മൈലിൽ നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്ത് CPIM-ന്റെ നേതൃത്വത്തിൽ മനുഷ്യമതിൽ തീർത്തു. ഒരു വട്ടം കൂടി ചരിത്ര നേട്ടത്തിനിറങ്ങുകയാണ്. ധനമൂലധനത്തിന്റെ കടുകൻ കണ്ണുകൾ കാറടുക്കയുടെ ജനവാസ മേഖലയിൽ കാറടുക്ക നാർലത്ത് ബോക്സൈറ്റ് ഖനനം അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് കാടകം 13-ാം മൈലിൽ നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്ത് CPIM നേതൃത്വത്തിൽ മനുഷ്യമതിൽ തീർത്തു. 13-ാം മൈൽ നിന്നാരംഭിച്ച് ചായ്ത്തലം വരെ ബോക്സൈറ്റ് ഖനനത്തിന് മാർക്ക് ചെയ്ത ജാൽസൂർ ചെർക്കള അന്തർസംസ്ഥാന പാതയോരത്ത് മനുഷ്യമതിൽ തീർത്തു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിനാളുകൾ കണ്ണികളായി. മനുഷ്യമതിലിൽ സിജി മാത്യു, C ബാലൻ, M മാധവൻ, P ബാലകൃഷ്ണൻ തുടങ്ങിയവർ യഥാക്രമം കണ്ണികളായി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സിജി മാത്യു ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം സമരസമിതി രൂപീകരണത്തിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. A വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C ബാലൻ, CPIM കാറടുക്ക ഏരിയ സെക്രട്ടറി M മാധവൻ, ജനപ്രതിനിധികളായ E മോഹനൻ, CK വിജയകുമാർ, മോഹനൻ കാടകം, SR സത്യവതി, CPIM നേതാക്കളായ P ബാലകൃഷ്ണൻ, BK നാരായണൻ, K ശങ്കരൻ, K നാസർ, KP സുജല, KV നവീൻ, PP ശ്യാമളാദേവി, KP രജീഷ്, രജിത്ത് കാടകം എന്നിവർ സംസാരിച്ചു. കാടകത്ത് ബോക്സൈറ്റ് ഖനനത്തിനെതിരായിട്ടുള്ള വലിയ ഒരു സമരത്തിന് കളമൊരുങ്ങിയാണ്. ജനവാസ മേഖലയിൽ ഏതാണ്ട് ഒരു 80 ഹെക്ടർ സ്ഥലത്ത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തന്നെ പഠനം നടത്തിയപ്പോൾ ബോക്സൈറ്റ് ഖനനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനവും അതിൻ്റെ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു വരുന്നതായിട്ടാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. വളരെ രഹസ്യമായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ പ്രദേശത്തെ പാരിസ്ഥിതികവും ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളിൽ വളരെ ആശങ്കയുണ്ടാക്കുന്നതാണ് ഈ ബോക്സൈറ്റ് ഖനനം. ഇവിടുത്തെ കാർഷിക മേഖലയ്ക്ക് വലിയ പ്രത്യാഘാതം ഉണ്ടാകും. പൊതുവെ വരണ്ട കാലാവസ്ഥയുള്ള ഈ പ്രദേശത്ത് വലിയ നിലയിലേക്കുള്ള ജലക്ഷാമം ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുമെന്ന് ആശങ്കപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ രാജ്യത്ത് മറ്റൊരു സ്ഥലത്തും കാണാത്ത രീതിയിൽ തികച്ചും ജനവാസ മേഖലയിൽ ജനസാന്ദ്രതയേറിയ സ്ഥലത്താണ് വനഭൂമിയായിട്ടുള്ള 82 ഹെക്ടർ സ്ഥലത്ത് ഈ ഖനനം നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ജനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് കുടിയൊഴിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. അതുകൊണ്ട് തന്നെ ഈ ജനവാസ മേഖലയിൽ ഒരു കാരണവശാലും ഈ ഖനനം നടത്താൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരുടെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് മെയ് മാസം 1-ാം തീയതി വലിയ നിലയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള സമരസമിതി രൂപീകരണവും ഒരു സൂചനാ സമരം എന്ന നിലയിൽ മനുഷ്യമതിലും തീർത്തത്. തുടർച്ചയായിട്ടുള്ള സമരങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് സമരസമിതി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. K ജയൻ സ്വാഗതം പറഞ്ഞു. സമരസമിതി രൂപീകരണവും നടന്നു. ഭാരവാഹികളായി A വിജയകുമാറിനെ ചെയർമാനായും KP സുജല, മോഹനൻ കാടകം, KV നവീൻ എന്നിവരെ വൈസ് ചെയർമാൻമാരായും K ജയനെ കൺവീനറായും PP ശ്യാമളാദേവി, KP രജീഷ്, രജിത്ത് കാടകം എന്നിവരെ ജോയിന്റ് കൺവീനറായും CK വിജയകുമാറിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ ഗണിതാധ്യാപക കൂട്ടായ്മയായ കാസറോ മാത്സിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ജില്ലാ ഗണിതാധ്യാപക കൂട്ടായ്മയും സർവീസിൽ നിന്നും വിരമിക്കുന്ന ഗണിതാധ്യാപകർക്കുള്ള യാത്രയപ്പും കാഞ്ഞങ്ങാട് എമിറേറ്റ്സ് ഹാളിൽ സംഘടിപ്പിച്ചു. പരിപാടി വിദ്യാഭ്യാസ ഉപഡയറക്ടർ ചാർജ് വഹിക്കുന്ന P സവിത ഉദ്ഘാടനം ചെയ്തു.
ജില്ലാ ഗണിതാധ്യാപക കൂട്ടായ്മയായ കാസറോ മാത്സിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ജില്ലാ ഗണിതാധ്യാപക കൂട്ടായ്മയും സർവീസിൽ നിന്നും വിരമിക്കുന്ന ഗണിതാധ്യാപകർക്കുള്ള യാത്രയപ്പും കാഞ്ഞങ്ങാട് എമിറേറ്റ്സ് ഹാളിൽ സംഘടിപ്പിച്ചു. പരിപാടി വിദ്യാഭ്യാസ ഉപഡയറക്ടർ ചാർജ് വഹിക്കുന്ന പി സവിത ഉദ്ഘാടനം ചെയ്തു. പരസ്പരം പരിചയപ്പെടാൻ ഫാമിലിയോട് കൂടി ഉള്ള ഒരു കൂട്ടായ്മ ആണെങ്കിൽ പിന്നെയും നല്ലതായിരിക്കും എന്നുള്ള കാലഘട്ടത്തിൽ അത് വരുമായിരിക്കും. അപ്പൊ ഈ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, അപ്പൊ അതിന്റെ ചർച്ചകൾ ഉണ്ടാവും. അതെല്ലാം ചർച്ച ചെയ്ത് നമുക്ക് ഒരു ജില്ലയ്ക്ക് നല്ല മാത്സിലാണെങ്കിൽ മാത്സിൽ നല്ല മാർക്ക് കുട്ടികൾക്ക് വാങ്ങിത്തരാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ഇതുപോലെയുള്ള കൂട്ടായ്മകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വേറെ അധികമൊന്നും പറയുന്നില്ല. നമ്മുടെ ടീച്ചേഴ്സൊക്കെ റിട്ടയർമെന്റിന്റെ ഏജ് മാത്രമേ ഉള്ളൂ. പക്ഷെ കാണുമ്പോഴൊന്നും തോന്നുന്നില്ല. ഇവിടെ 2 കൊല്ലം കഴിഞ്ഞാൽ എനിക്കുമായി. അപ്പൊ എല്ലാവരും ഇനിയൊരു പുതിയ ജീവിതമാണ് അവര് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇതുവരെ കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു എല്ലാ തയ്യാറെടുപ്പും എല്ലാം. അവരുടെ ജീവിതത്തിന്റെ ഒരു 80% അവർക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടുള്ള ആ സമയമായിരുന്നു. കാസറോ മാത്സ് കൺവീനർ ആർ രാജു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിരമിക്കുന്ന ഗണിതാധ്യാപകർക്ക് ഉപഹാര സമർപ്പണം നടത്തി. അനിൽകുമാർ മാസ്റ്റർ കൊട്ടോടി സ്വാഗതവും എക്സിക്യൂട്ടീവ് മെമ്പർ കെ സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് KCB ഓഫീസിലേക്ക് യുവമോർച്ച കാഞ്ഞങ്ങാട് മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. അടിക്കടി നടക്കുന്ന വൈദ്യുത മുടക്കത്തിനെതിരെ പ്രവർത്തകർ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രതിഷേധിച്ചു. കാഞ്ഞങ്ങാട് KCB ഓഫീസിലേക്ക് യുവമോർച്ച കാഞ്ഞങ്ങാട് മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. അടിക്കടി നടക്കുന്ന വൈദ്യുതി മുടക്കത്തിനെതിരെ പ്രവർത്തകർ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രതിഷേധിച്ചു. യുവമോർച്ച കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അശ്വിൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളൊരു പൊതുവായിട്ടുള്ള സംഘടന, പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വിഷയങ്ങൾ കാണേണ്ട ഒരു സംഘടന എന്ന നിലയ്ക്ക് ഇത്തരം പൊതുവായിട്ടുള്ള വിഷയങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് നമ്മുടെ ആളുകളുടെ ശ്രദ്ധ പോകുന്നത് തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ലോഡ് ഷെഡിങ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മുടെ നിത്യജീവിതത്തെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്രത്യാഹിതമായിട്ടുള്ള ലോഡ് ഷെഡിങ് മുഖാന്തരം സമാധാനത്തോടുകൂടി ഉറങ്ങാൻ പോട്ടെ, വീട്ടിലിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. വീട്ടിൽ ചൂടാണെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം വീട്ടിൻ്റെ പുറത്ത് അതിനേക്കാളും വലിയ ചൂടാണ്. ഇനി പുറത്തത്തെ ചൂട് കാരണം വീട്ടിൽ കിടക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ചിലപ്പോൾ പാമ്പ് കയറി കിടന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു തരത്തിലും നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കേരളത്തിലുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് കറണ്ട് കട്ടിലൂടെ സാധാരണക്കാരനായ ജനങ്ങളെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നിലപാട്. അതിനപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അധികാരികളുടെ ഭാഗത്തുനിന്നുള്ള തീർത്തും ഒരു നിരുത്തരവാദിത്വപരമായിട്ടുള്ള ചില സമീപനങ്ങളാണ് നമ്മളെ ഇത്തരം പ്രതിഷേധങ്ങളിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരം ഒരു കാര്യം KSCBയുടെ വൈദ്യുതി വകുപ്പിൻ്റെ മന്ത്രിയോട് ചോദിക്കുന്ന സമയത്ത് അത് ഓവർലോഡ് കാരണം ഇടയ്ക്ക് ലോഡ് ഷെഡിങ് വരുന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ 10 കൊല്ലങ്ങളായിട്ട് ഇല്ലാതിരുന്ന ലോഡ് ഷെഡിങ് എങ്ങനെയാണ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം നിരന്തരമായി വരുന്നത്? അപ്പോൾ മാത്രം എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ലോഡ് ഷെഡിങ് ഉണ്ടാകുന്നത്? ഇതാണ് യുവമോർച്ചയ്ക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. അഡ്വക്കേറ്റ് ധനുഷ് അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് അർജുൻ സ്വാഗതം പറഞ്ഞു. ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്ന അനിയന്ത്രിത പവർ കട്ടിന് ഉടൻ പരിഹാരം കാണണമെന്നും വൈദ്യുതി വിതരണം കാര്യക്ഷമമാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാകുന്നതുവരെ സമരം ശക്തമായി തുടരുമെന്ന് യുവമോർച്ച നേതാക്കൾ അറിയിച്ചു. യുവമോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി അഭിലാഷ് അത്തിക്കോത്ത്, BJP മണ്ഡലം സെക്രട്ടറി വൈശാഖ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കലാ സാംസ്കാരിക മേഖലയിൽ കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആർട്ട് ഫോറം കാഞ്ഞങ്ങാട് നാദവിസ്മയം സംഗീത പരിപാടി നടത്തി. നിരവധി വേദികളിൽ സംഗീത പരിപാടികൾ നടത്തിയ ജയൻ ഇയക്കാട് ഓടക്കുഴൽ, സാക്സോഫോൺ എന്നിവയിലും സുമ കണ്ണൂർ വീണയിലും നിരവധി ഗാനങ്ങൾ വായിച്ചു. കലാ സാംസ്കാരിക മേഖലയിൽ കാഞ്ഞങ്ങാട്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആർട്ട് ഫോറം കാഞ്ഞങ്ങാട് നാദവിസ്മയം സംഗീത പരിപാടി നടത്തി. നിരവധി വേദികളിൽ സംഗീത പരിപാടികൾ നടത്തിയ ജയൻ ഇയക്കാട് ഓടക്കുഴൽ, സാക്സോഫോൺ എന്നിവയിലും സുമ കണ്ണൂർ വീണയിലും നിരവധി ഗാനങ്ങൾ വായിച്ചു. അലാമിപ്പള്ളി രാജു റെസിഡൻസിയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നടന്ന സംഗീത പരിപാടി ആസ്വദിക്കുന്നതിന് നിരവധി ആളുകൾ എത്തിച്ചേർന്നു.
സംഗീത മേഖലയിൽ നിരവധി പുരസ്കാരങ്ങൾ നേടുകയും ആർട്ട് ഫോറം മ്യൂസിക് ക്ലബ് കോർഡിനേറ്ററുമായ AM അശോക് കുമാർ ഇരുവരെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു. ആർട്ട് ഫോറം പ്രസിഡന്റ് V. സുരേഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ചന്ദ്രൻ അലാമിപ്പള്ളി സ്വാഗതവും ട്രഷറർ B. സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഉത്തര മലബാറിലെ പ്രമുഖമായ ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം മെയ് 5 മുതൽ 15 വരെ തീയതികളായി നടക്കും. തെക്കൻ കർണാടകയിൽ നിന്നും വടക്കേ മലബാറിൽ നിന്നുമായി 2 ലക്ഷത്തോളം ഭക്തർ ദർശനത്തിനെത്താറുള്ള കളിയാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉത്തര മലബാറിലെ പ്രമുഖമായ ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം മെയ് 5 മുതൽ 15 വരെ നടക്കും. 10 ദിവസം നീളുന്ന മഹോത്സവത്തിൽ ദർശനത്തിന് എത്തുന്ന ഭക്തർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു. മെയ് 3 വൈകുന്നേരം കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടക്കും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണി മുതൽ 2:30 വരെയും രാത്രി 8:30 മുതൽ 10:30 വരെയുമാണ് അന്നദാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആരോഗ്യ വകുപ്പിന്റെ സഹായത്തോടെ 24 മണിക്കൂറും സേവനം ലഭിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് ക്ഷേത്ര പരിസരത്തുണ്ട്. ഡോക്ടർമാരുടെ സേവനവും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ശുദ്ധീകരിച്ച കുടിവെള്ള വിതരണത്തിനും പ്രത്യേക കൗണ്ടർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്സവ നാളുകളിൽ ഗതാഗത സൗകര്യം ഉറപ്പാക്കുന്നതിനായി പയ്യന്നൂർ, കാഞ്ഞങ്ങാട് KSRTC ഡിപ്പോകളിൽ നിന്നും അധിക സർവീസുകൾ ഉണ്ടാകും. ഗതാഗത നിയന്ത്രണത്തിന് പ്രത്യേക സംവിധാനം ടൗണിലും പരിസരങ്ങളിലുമുണ്ട്. ക്രമസമാധാന പാലനത്തിന് മുഴുവൻ സമയ പോലീസ് സേവനവുമുണ്ട്. സുരക്ഷാ ക്രമീകരണത്തിനായി ടീം എമർജൻസി കേരളയുടെ റെസ്ക്യൂ ഫോഴ്സും സന്നദ്ധ സേവനത്തിനുണ്ട്. നാട്ടു പരദേവതയായ ശ്രീ വിഷ്ണുമൂർത്തി, രക്തേശ്വരിയായ രക്തചാമുണ്ടി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന തെയ്യക്കോലങ്ങൾ. നാട്ടു പരദേവതയായ ശ്രീ വിഷ്ണുമൂർത്തി, രക്തേശ്വരിയായ രക്തചാമുണ്ടി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന തെയ്യക്കോലങ്ങൾ. മെയ് 5 രാത്രി 8 മണിക്ക് വിഷ്ണുമൂർത്തിയുടെയും 10 മണിക്ക് രക്തചാമുണ്ടിയുടെയും തോറ്റങ്ങൾ തിരുസന്നിധിയിലെത്തും. മെയ് 6 രാവിലെ 9 മണിക്ക് രക്തചാമുണ്ടിയും 12 മണിക്ക് വിഷ്ണുമൂർത്തിയും അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം നൽകും. മെയ് 15 കളിയാട്ട മഹോത്സവത്തിന്റെ സമാപനത്തിൽ രാവിലെ 9 മണിക്ക് രക്തചാമുണ്ടിയും ഉച്ചയ്ക്ക് 1 മണിക്ക് നാട്ടു പരദേവതയായ വിഷ്ണുമൂർത്തിയും ഭക്തർക്ക് ദർശന സായുജ്യം നൽകും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് കൊടക്കാടൻ ബാലകൃഷ്ണൻ, സെക്രട്ടറി KT ഗണേശൻ, കുത്തൂർ സുരേന്ദ്രൻ, KE വിനോദ് ചന്ദ്രൻ, കുണ്ടാക്കുടിയൻ ശ്രീധരൻ, കൊടക്കാടൻ സുരേന്ദ്രൻ, PK കുമാരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേക്കുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോ പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഇന്റീരിയറുകളുടെ വിസ്മയം, ഗ്ലാസ് വർക്കുകളുടെ ചടുലത ആരെയും ചുവട് വയ്പ്പിക്കും. ഈ കിച്ചൺ ക്യാബിനറ്റുകൾ കുക്കിംഗ് ഒരനുഭവമാക്കും. ദ ഹാപ്പിയസ്റ്റ് ഫാമിലി. ബെഡ്റൂം ഇന്റീരിയർ, വാതിലുകൾ സുന്ദരമായ സ്വകാര്യതയാണ്. ഇതെല്ലാമാണ് വീടെന്ന സ്വപ്നം. ന്യൂ ഇന്ത്യൻ ഗ്ലാസ് ഏജൻസി. ഗ്ലാസ്,
plywood, kitchen cabinet, wide range of interior products. The biggest interior accessory showroom at North Malabar. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. യോഗ അസോസിയേഷൻ ഓഫ് കാസർഗോഡും ജില്ലാ സ്പോർട്സ് കൗൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 10ാമത് ജില്ലാ സ്പോർട്സ് യോഗാസന ചാമ്പ്യൻഷിപ്പ് ജൂൺ 14 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. യോഗ അസോസിയേഷൻ ഓഫ് കാസർഗോഡും ജില്ലാ സ്പോർട്സ് കൗൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 10ാമത് കാസർഗോഡ് ജില്ലാ സ്പോർട്സ് യോഗാസന ചാമ്പ്യൻഷിപ്പ് ജൂൺ 14 നടക്കും. യോഗ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ജില്ലാ, സംസ്ഥാന, ദേശീയ തലം വരെ മത്സരിക്കാവുന്ന സിലബസ് പ്രകാരമാണ് മത്സരം നടക്കുന്നത്. 8 വയസ്സ് മുതൽ 18 വയസ്സുവരെയുള്ള സബ് ജൂനിയർ വിഭാഗവും 18 മുതൽ ഏതു പ്രായക്കാർക്കും പങ്കെടുക്കാവുന്ന രീതിയിലുമാണ് മത്സരം. ജില്ലാ മത്സരത്തിൽ വിജയിക്കുന്ന ഓരോ വിഭാഗത്തിൽ നിന്നും 2 വീതം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടാതെ സബ് ജൂനിയർ, ജൂനിയർ വിഭാഗങ്ങളിലായി ആർട്ടിസ്റ്റ് പെയർ, ആർട്ടിസ്റ്റിക് സോളോ, റിതമിക് പെയർ, ഫ്രീ ഫ്ലോ ഡാൻസ് എന്നിവയും മത്സരത്തിനായുണ്ട്. വിജയിച്ച് യഥാക്രമം 1 മുതൽ 4 വരെ സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്നവർക്ക് 20 മാർക്ക് വരെ ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിലേക്കും ജോലിയിലേക്കും പ്രവേശിക്കുന്നവർക്ക് സഹായകരമാകുന്ന സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതോടൊപ്പം ശാരീരിക മാനസിക വളർച്ചയ്ക്കും ഗുണം ചെയ്യുന്നതാണ് യോഗ. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ യോഗ അസോസിയേഷൻ ഓഫ് കാസർഗോഡ് സെക്രട്ടറി KP പ്രദീപ് കുമാർ, KV ഗണേഷ്, ഉണ്ണി AV, അശോക് രാജ്, V രാമചന്ദ്രൻ, രജിത CV എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മഞ്ചേശ്വരം കുഞ്ചത്തൂരിലെ കണ്ണൻ ചിപ്പിക്കുന്ന ഈന്തപ്പഴങ്ങളുടെ കാഴ്ച കണ്ണിന് കുളിരേകുന്നു. കുഞ്ചത്തൂരിലെ പ്രമുഖ വ്യവസായിയും പ്രവാസിയുമായ സനാ സലീമിന്റെ വീട്ടുവളപ്പിലാണ് അപൂർവങ്ങളായ കനികൾ വിളഞ്ഞു നിൽക്കുന്നത്. ബദാം മാങ്ങ, മല്ലിക മാങ്ങ, കാളപ്പാടി മാങ്ങ, കെനിയൻ മാങ്ങ തുടങ്ങി വ്യത്യസ്തങ്ങളായ മാങ്ങകളാണ് സന സലീമിന്റെ ഈ തോട്ടത്തിലുള്ളത്. ഇതിൽ തന്നെ വിദേശികളും സ്വദേശികളുമുണ്ട്. ഇതുകൂടാതെ വിവിധ തരത്തിലുള്ള ചാമ്പ, മൾബറി, മിറാക്കിൾ ഫ്രൂട്ട് എന്നിവയുമുണ്ട്. ഇവയെ കൂടാതെ പ്രത്യേകമായുള്ളത് 5ഓളം ഈന്തപ്പനകളാണ്. ഇവ നിറയെ ഈന്തപ്പഴങ്ങൾ കായ്ച്ചു നിൽക്കുന്നത് കൗതുകവും ഒപ്പം കണ്ണിന് കുളിർമയും നൽകുന്ന കാഴ്ചയാണ്. 6 വർഷങ്ങൾക്ക് മുൻപ് ആന്ധ്രാപ്രദേശിൽ നിന്നും കൊണ്ടുവന്നതാണ് ഈ ഈന്തപ്പനകൾ. പലരും ഈന്തപ്പനകൾ നമ്മുടെ നാട്ടിൽ വളരില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിലും അന്ന് ഒരു പ്രതീക്ഷയോടെ തന്നെയായിരുന്നു സന സലീം ഈന്തപ്പനകൾ നട്ടത്. എന്നാൽ 6 വർഷങ്ങൾക്ക് ശേഷം നിറയെ വിളഞ്ഞു നിൽക്കുന്ന ഈന്തപ്പനകൾ പ്രവാസിയായ സലീമിന് പല പ്രതീക്ഷകളും നൽകുന്നതാണ്. ഇതോടൊപ്പം തന്നെ കൗതുക കാഴ്ചയായി ഓറഞ്ചും മുസമ്പിയും റംബൂട്ടാനും ചെറിയുമുണ്ട്. പഴവർഗ്ഗങ്ങൾക്ക് പുറമെ നിരവധി ഔഷധച്ചെടികളും ഈ വീട്ടുവളപ്പിലെ വൈവിധ്യങ്ങളുടെ കലവറയായി തഴച്ചു വളരുന്നുണ്ട്. തോട്ടത്തിന്റെ പരിപാലനത്തിന് തൊഴിലാളികളും വീട്ടുകാരുമുണ്ടെങ്കിലും പ്രവാസ ലോകത്തിന്റെ തിരക്കുപിടിച്ച ജീവിതത്തിൽ നിന്നും സന സലീം ഇടയ്ക്കിടെ ഓടിയെത്തുന്നത് തന്റെ ഇഷ്ടവിനോദമായ പച്ചപ്പിനെ പരിപാലിക്കുന്നതിനു വേണ്ടിയാണ്. ജൈവവളം മാത്രം ഉപയോഗിച്ച് സ്വന്തം കൃഷിരീതിയിലൂടെയാണ് ഓരോ വിളകളെയും പരിപാലിച്ച് വളർത്തിയെടുത്തത്. അതുകൊണ്ട് തന്നെ സ്വന്തം ആവശ്യങ്ങൾക്കുപരി വീട്ടിലെത്തുന്ന അതിഥികൾക്കും യഥേഷ്ടം നൽകാനുള്ള മധുരക്കനികൾ സലീമിന്റെ തോട്ടത്തിലുണ്ട്. വിവിധ ഇനങ്ങളിൽപ്പെട്ട കോഴികൾ, താറാവ്, ടർക്കി കോഴികൾ, വളർത്തുപക്ഷികൾ എന്നിവയും ഈ വീട്ടുവളപ്പിലുണ്ട്. കാർഷിക മേഖലയിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന പുതുതലമുറയ്ക്ക് ഒരു പാഠപുസ്തകമായ ഇദ്ദേഹത്തിന്റെ കാർഷിക ചര്യകൾ മറ്റുള്ളവർക്ക് മാതൃക കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വെന്തുരുകുന്ന വേനൽ ചൂടിനെ വകവെക്കാതെ കാഞ്ഞങ്ങാട് പട്ടണത്തിൽ ട്രാഫിക് ജോലിയിൽ ഏർപ്പെടുന്ന പോലീസ് സേനാംഗങ്ങൾ, ഹോംഗാർഡുകൾ എന്നിവർക്ക് വ്യാപാരി വ്യവസായ സമിതി കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹോസ്ദുർഗ് പോലീസ് ട്രാഫിക് യൂണിറ്റിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്തു. വ്യാപാരി വ്യവസായ സമിതി ജില്ലാ കമ്മിറ്റി മെമ്പർ KV സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. വെന്തുരുകുന്ന വേനൽ ചൂടിനെ വകവെക്കാതെ കാഞ്ഞങ്ങാട് പട്ടണത്തിൽ ട്രാഫിക് ജോലിയിൽ ഏർപ്പെടുന്ന പോലീസ് സേനാംഗങ്ങൾ, ഹോംഗാർഡുകൾ എന്നിവർക്ക് വ്യാപാരി വ്യവസായ സമിതി കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹോസ്ദുർഗ് പോലീസ് ട്രാഫിക് യൂണിറ്റിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്തു. കത്തുന്ന വെയിലിൽ രാവിലെ മുതൽ നഗരഹൃദയങ്ങളിൽ ട്രാഫിക് നിയന്ത്രിക്കുന്ന ഹോംഗാർഡുമാർക്കും പോലീസ് സേനാംഗങ്ങൾക്കും കുടിവെള്ള ബോട്ടിൽ നൽകിയത് വലിയൊരു ആശ്വാസമായി.
രാവിലെ 11 മണി മുതൽ 3 മണി വരെ നിയന്ത്രണമുള്ളപ്പോൾ പോലും ഹോംഗാർഡ്മാർക്ക് ജോലി ചെയ്യേണ്ടി വരുന്നു. കുടിവെള്ളം വിതരണം ചെയ്ത വ്യാപാരി വ്യവസായ സമിതി ഏരിയ കമ്മിറ്റിയെ ട്രാഫിക് പോലീസ് SI പ്രകാശൻ C അഭിനന്ദിച്ചു. ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ട്രാഫിക് സ്റ്റേഷനിൽ ഈ പൊള്ളുന്ന വെയിലത്ത് ട്രാഫിക് ഡ്യൂട്ടി എടുക്കുന്ന ഇവിടെ പോലീസുകാർക്കും ഹോംഗാർഡ് സഹോദരന്മാർക്കും കുടിവെള്ളം എത്തിക്കുന്ന ഈ നല്ലൊരു പ്രവൃത്തി ചെയ്ത വ്യാപാരി വ്യവസായി സമിതി കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയെ ഞാൻ എല്ലാവരും നന്ദി, ട്രാഫിക് സ്റ്റേഷൻ്റെ പേരിൽ എല്ലാവരും നന്ദി അറിയിക്കുന്നു. വ്യാപാരി വ്യവസായ സമിതി ജില്ലാ കമ്മിറ്റി മെമ്പർ KV സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, താപനില 40 ഡിഗ്രിയിൽ എത്തി നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് കഠിനമായ ചൂടാണ്. അതിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് നമ്മുടെ പോലീസുകാരും അതുപോലെ തന്നെ ഹോം കെയറും ഇത്രയും നല്ല ഒരു മാതൃകാപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഒരു പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നതിനപ്പുറം വഴിയാത്ര സുഗമമാക്കുക എന്നുകൂടി ഹോം ഗാർഡിൽ അധിഷ്ഠിതമായ ഒരു കർത്തവ്യമാണ്. അത് വേണ്ട രീതിയിൽ നിർവഹിക്കുന്നതിന് വേണ്ടി പോലീസുകാരും ഹോം ഗാർഡും നല്ല രീതിയിൽ കാഞ്ഞങ്ങാട് പട്ടണത്തിനകത്ത് ശ്രമിക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഏരിയ കമ്മിറ്റി മെമ്പർ A ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി മെമ്പർമാരായ A ശബരീശൻ, T സത്യൻ, ഏരിയ കമ്മിറ്റി മെമ്പർമാരായ VM മനോജ്, K മധുസൂദനൻ, സോണിയ, കണ്ണൻ പപ്പായ, ഷബീർ ഹസൻ എന്നിവർ സംസാരിച്ചു. കൺട്രോൾ റൂം റൈറ്റർ സജിത് കുമാർ MK, കേരള പോലീസ് അസോസിയേഷൻ മെമ്പർ സുധീഷ് PP, ഹോംഗാർഡ് ജയൻ, ജനമൈത്രി പോലീസ് പ്രദീപൻ എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി KV ദിനേശൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കുട്ടികളുടെ ആദ്യ വിദ്യാലയം അവരവരുടെ വീടാണെന്നും ആദ്യ അധ്യാപകർ മാതാപിതാക്കളാണെന്നും അവരെ ആശ്രയിച്ചാണ് കുട്ടികളുടെ സ്വഭാവ രൂപീകരണം നടക്കുന്നതെന്നും പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ പറഞ്ഞു. ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള വായനക്കളരി വായനാ വെളിച്ചം പരിപാടിയുടെ ഭാഗമായി കാനായിയെ അറിയുക എന്ന പരിപാടിയിൽ തന്റെ വസതിയിൽ എത്തിയ കുട്ടികളോട് പ്രതികരിക്കുകയായിരുന്നു കാനായി. കുട്ടികളുടെ ആദ്യ വിദ്യാലയം അവരവരുടെ വീടാണെന്നും ആദ്യ അധ്യാപകർ മാതാപിതാക്കളാണെന്നും അവരെ ആശ്രയിച്ചാണ് കുട്ടികളുടെ സ്വഭാവ രൂപീകരണം നടക്കുന്നതെന്നും പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ പറഞ്ഞു. ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വായനക്കളരി വായനാ വെളിച്ചം പരിപാടിയുടെ ഭാഗമായി കാനായിയെ അറിയുക എന്ന പരിപാടിയിൽ തന്റെ വസതിയിലെത്തിയ കുട്ടികളോട് പ്രതികരിക്കുകയായിരുന്നു കാനായി. കുട്ടികൾ മലമ്പുഴയിലെ യക്ഷി എന്ന ശില്പത്തെക്കുറിച്ചും കാനായിയുടെ ആദ്യ ശില്പത്തെക്കുറിച്ചും നിരവധി ചോദ്യങ്ങൾ ഉയർത്തി. കലാപരമായ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിന് സങ്കോചവും നാണവും വെടിയാൻ കുട്ടികൾ തയ്യാറാവണമെന്ന് കാനായി പറഞ്ഞു. യക്ഷിയുടെ സങ്കല്പരൂപമാണ്. ആ സീഡ് നല്ല രൂപം ചെയ്തു കഴിഞ്ഞാൽ കേസോ ആ സീഡ് നല്ല രൂപം അവരെ അപമാനിക്കുന്നതിനാണ് ഇതൊരു ശരീരശാസ്ത്രത്തിൻ്റെ കുട്ടികൾ മൊമെന്റോ നൽകി കാനായിയെ ആദരിച്ചു. അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, AK ആൽബർട്ട്, C ശശിധരൻ, PU കുഞ്ഞമ്പു നായർ, OK വിജയരാഘവൻ, V ഗോപി, V ഉഷ, PV ഷാലു, C ലളിത, PV രഘുനാഥ്, M പുഷ്പലത എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ആധാരം എഴുത്ത് അസോസിയേഷൻ സംസ്ഥാന ജനറൽ ബോഡി യോഗവും സംസ്ഥാന വനിതാ ജനറൽ ബോഡി യോഗവും
2 ദിവസങ്ങളിലായി ഉദുമ കളനാട് EV മുഹമ്മദ് അലി ആൻഡ് സുധ കെ പെരുമ്പാവൂർ നഗറിൽ തുടങ്ങി. ഉദുമ MLA CH കുഞ്ഞമ്പു ഉദ്ഘാടനം നിർവഹിച്ചു. ജനങ്ങളുടെ സ്വത്തിന് സംരക്ഷണം നൽകുന്ന സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകളുടെ കൂട്ടായ്മയിലുള്ള സംസ്ഥാനത്തെ ഏക സംഘടനയായ ആധാരം എഴുത്ത് അസോസിയേഷൻ സംസ്ഥാന ജനറൽ ബോഡി യോഗവും സംസ്ഥാന വനിതാ ജനറൽ ബോഡി യോഗവും ഉദുമ കളനാട് EV മുഹമ്മദ് അലി ആൻഡ് സുധ കെ പെരുമ്പാവൂർ നഗറിൽ തുടങ്ങി. കളനാട് റെസിഡൻസിയിൽ 14 ജില്ലകളിൽ നിന്നുള്ള 670 പ്രതിനിധികൾ പങ്കെടുത്ത് നടക്കുന്ന ജനറൽ ബോഡി യോഗം ഉദുമ MLA CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. സ്വയം തൊഴിലാളില്ല, നമ്മൾ ആരെങ്കിലും സ്വയം തൊഴിൽ ചെയ്യുകയാണ്. ആ സ്വയം തൊഴിലിന് അതിൻ്റെതായ അന്തസ്സ ആഭിജാത്യമുണ്ട്, വരുമാനമുണ്ട്, നല്ല കുടുംബജീവിതം നയിക്കാൻ പറ്റുന്നുണ്ട് ഒരു വിശേഷം. അതുകൊണ്ട് എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റാവുന്ന നല്ലൊരു തൊഴിലുണ്ട്. നമുക്ക് പുതിയ തലമുറയെ നന്നായി പഠിക്കണം. പക്ഷേ നേരത്തെ പറഞ്ഞ ആധുനിക ടെക്നോളജിയെല്ലാം വേണമെങ്കിൽ സർക്കാർ സമയത്ത് അതിന് എതിരായി നിലപാടുകൾ കൊണ്ടുവരാൻ നടപ്പിലാക്കാം. പക്ഷെ അത് സങ്കീർണമായി നമ്മൾ ചെറുപ്പം വളരെയധികം മാത്രമേ വന്നുള്ളൂ. ഈ തൊഴിൽ മേഖല നിലനിന്നത് തന്നെ പ്രത്യേകിച്ച് ഭൂമിയുടെ ആധാരം രജിസ്ട്രേഷൻ വകുപ്പ് നമുക്ക് രജിസ്ട്രേഷൻ വകുപ്പുണ്ട്. രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ ഒരു ഘടനയുണ്ട്. ഗവൺമെൻറ്റാണെങ്കിൽ ഒരു വർഷം 5000 രൂപ ഈ രജിസ്ട്രേഷൻ നിലവിലൂടെ തന്നെ ലഭ്യമാകുന്നു. മുൻകാലങ്ങളിൽ 1000 രൂപക്ക് വസ്തു വാങ്ങിയാൽ 200 രൂപ കാഴ്ചവാക്കി ഇന്ന് വരാം. മിനിമം നമ്മുടെ ഫെയർലൈനിൽ കാലിക്കാതെ ഒരു തരത്തിൽ മുന്നോട്ട് കൃത്യമായി കാര്യം കാണിച്ചാൽ എല്ലാവരും രജിസ്റ്റർ ചെയ്യുന്നത്. മാത്രമല്ല അത് നമുക്ക് മറ്റ് പല കാര്യങ്ങൾക്കും ബാങ്കിലേക്കും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗം. അതുകൊണ്ട് കൃത്യതയോട് കൂടി കാര്യങ്ങൾ നിർവഹിക്കുക എന്ന നിലയിൽ ഏറ്റവും അന്തസ്സുള്ള ജോലിയാണ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ആ സംഘടനയിൽ നടത്തുന്നതായ ഒരു അഭിമുഖ്യമുണ്ട്. പൊതുമേഖലയിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു തൊഴിൽ മേഖലയാണ് ആധാരമെഴുത്ത് തൊഴിലെന്നും സമൂഹത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ നിർണായകമായ ഇടപെടൽ നടത്തുന്ന ഈ മേഖലയിൽ സത്യവും നീതിയും സംരക്ഷിച്ച് തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും അതിന് കൂട്ടായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആധാരമെഴുത്ത് അസോസിയേഷന്റെ പ്രവർത്തനം മികച്ചതാണെന്നും MLA പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് KG ഇന്ദു കലാധരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി A അൻസാർ പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന ട്രഷറർ P അശോകൻ വരവ് ചെലവ് കണക്കും സംസ്ഥാന വൈസ് പ്രസിഡന്റ് B മോഹൻകുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഉപദേശക സമിതി ചെയർമാൻ OM ദിനകരൻ ചാരിറ്റി വിശദീകരണം നടത്തി. ക്ഷേമനിധി ബോർഡ് അംഗങ്ങളായ VV ശശിമോൻ, MV രമേശൻ എന്നിവർ ക്ഷേമനിധി വിശദീകരണം നടത്തി. ചീഫ് എഡിറ്റർ മനോജ് ചീക്കപ്പറ്റ ജേണൽ വിശദീകരണം നടത്തി. ഉപഭാരവാഹികളായ E രാജഗോപാൽ, PM തങ്കച്ചൻ, അഗസ്റ്റിൻ ജോസ്, P വേണുഗോപാലൻ നായർ, R ബാബു സുരേഷ്, MP മധുസൂദനൻ, P അസീസ്, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി VV വിനോദ് എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ സുനിൽകുമാർ കൊട്ടറ സ്വാഗതവും ജനറൽ കൺവീനർ PP കുഞ്ഞികൃഷ്ണൻ നായർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്. എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 0467220270. 7 lives. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡ്ഡിംഗ് ഫെസ്റ്റ്. വെഡ്ഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും
999 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. വാർത്തകൾ തുടരുന്നു. വനിതാ സംവരണം എതിർത്തതിലൂടെ വഞ്ചിച്ചത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങളെയെന്ന് BJP സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് പറഞ്ഞു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച BJP ജില്ലാ കമ്മിറ്റിയുടെ മഹിളാ പ്രതിഷേധ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാർവദേശീയ തൊഴിലാളി ദിന ഭാഗമായി ചെറുവത്തൂരിൽ തൊഴിലാളി റാലിയും പൊതുസമ്മേളനവും നടന്നു. വിവിധ മേഖലയിൽ തൊഴിലെടുക്കുന്ന 1000-ഓളം തൊഴിലാളികൾ മെയ് ദിന റാലിയിൽ പങ്കെടുത്തു. പൊതുസമ്മേളനം CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. A. അമ്പൂഞ്ഞി അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. ജനാർദ്ദനൻ, CITU ജില്ലാ സെക്രട്ടറി P. കമലാക്ഷൻ, K. രാജു, രജീഷ് വെള്ളാട്ട്, K. ബാലകൃഷ്ണൻ, കൈനി കുഞ്ഞിക്കണ്ണൻ, CV വിജയരാജ്, PC സുബൈദ, ഡോക്ടർ CS സുമേഷ്, ഉദിനൂർ സുകുമാരൻ, T. നാരായണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. 40 വർഷത്തെ സേവനത്തിന് ശേഷം രാവണേശ്വരം അംഗൻവാടിയിൽ നിന്നും വിരമിക്കുന്ന ലക്ഷ്മി ടീച്ചർക്ക് യാത്രയയപ്പ് നൽകി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം നിർവഹിച്ചു. 40 വർഷത്തെ സേവനത്തിന് ശേഷം രാവണേശ്വരം അംഗൻവാടിയിൽ നിന്നും വിരമിക്കുന്ന ലക്ഷ്മി ടീച്ചർക്ക് നാടിന്റെ ആദരമായി ജനകീയ യാത്രയയപ്പ് നൽകി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി യാത്രയയപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ലക്ഷ്മി ടീച്ചർക്ക് ഉപഹാര സമർപ്പണം നടത്തി. കാരണം എന്നെയും എൻ്റെ കുട്ടിയെയും പഠിപ്പിച്ചു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യമാണ് പല ആളുകളുടെ മുഖം നോക്കിയാലും കാണാൻ വേണ്ടി പറ്റുന്നത്. ഈ നാടിനകത്ത് ജീവിച്ച് ഈ നാടിനകത്ത് വളർന്ന ആളുകൾക്കെല്ലാം ടീച്ചർ അമ്മയാണ്, അതുപോലെ തന്നെ ടീച്ചർ കൂടിയാണ്. കാരണം നമ്മൾ ഏറെ സന്തോഷവും ഏറെ വ്യാകുലതയോടും കൂടിയിട്ടാണ് അംഗൻവാടികളിലേക്ക് കുട്ടികളെ അയക്കാറുള്ളത് 3 വയസ്സാകുമ്പോൾ. അപ്പം അവിടെ പോയി എൻ്റെ കുട്ടി കുരുത്തക്കേട് കളിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറുമ്പ് കാണിക്കുമോ എന്നൊക്കെയുള്ള ചിന്ത ഉണ്ടെങ്കിലും ടീച്ചറെ ഏൽപ്പിച്ചിട്ടാണ് പല അമ്മമാരും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജോലികളിലേക്കായാലും വീടുകളിലേക്കായാലും പോവുക. രാവിലെ 10 മണി മുതൽ അല്ലെങ്കിൽ 9:30 മുതൽ വൈകുന്നേരം 3:30 വരെ എൻ്റെ കുഞ്ഞിക്ക് ഒന്നും സംഭവിക്കില്ല, സന്തോഷവാനായിരിക്കും അല്ലെങ്കിൽ സന്തോഷവതിയായിരിക്കും എന്നുള്ള മനസ്സിലെ സന്തോഷം എല്ലാ അമ്മമാർക്കും ഉണ്ടാവും. കാരണം ആ ടീച്ചർ സ്വന്തം മക്കളെ എങ്ങനെയാണോ ശ്രദ്ധിക്കുക അതിനേക്കാൾ ഉപരി ചിലപ്പോൾ സ്വന്തം മക്കളെ നല്ല ദേഷ്യം വന്നാൽ നമ്മളെല്ലാവരും അടിക്കാറുണ്ട്. എല്ലാ അമ്മമാരും സന്തോഷം വന്നാലും സങ്കടം വന്നാലും അത് ആരെടുത്താ കാണിക്കുക? മക്കളെടുത്താണ് കാണിക്കുക. വാർഡ് മെമ്പർ A. തമ്പാൻ അധ്യക്ഷത വഹിച്ചു.
കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സ്നേഹോപഹാരങ്ങളും ചടങ്ങിൽ വെച്ച് ലക്ഷ്മി ടീച്ചർക്ക് സമ്മാനിച്ചു. ചടങ്ങിൽ സംബന്ധിച്ച ഒട്ടുമിക്ക പേരും ടീച്ചറുടെ വിദ്യാർത്ഥികളായിരുന്നു എന്നത് ചടങ്ങിന് മികവേകി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സോയ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രതീഷ് വെള്ളംതട്ട, അജാനൂർ പഞ്ചായത്ത് മെമ്പർ ദീപ പ്രവീൺ, ICDS സൂപ്പർവൈസർ KR രേഷ്മ, CDS ചെയർപേഴ്സൺ അശ്വിനി രവി, A കൃഷ്ണൻ, PA ശകുന്തള, O മോഹനൻ, ഗംഗാധരൻ പള്ളിക്കാപ്പിൽ, അനീഷ് രാവണേശ്വരം, MG പുഷ്പ, P മിനി, ദാമോദരൻ തണ്ണോട്ട്, K ശശി എന്നിവർ സംസാരിച്ചു. ലക്ഷ്മി ടീച്ചർ യാത്രയയപ്പ് ചടങ്ങിൽ മറുപടി പ്രസംഗം നടത്തി. M ബാലകൃഷ്ണൻ സ്വാഗതവും M സുകേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 39 വർഷത്തെ സ്തുത്യർഹ സേവനത്തിൽ നിന്നും വിരമിക്കുന്ന മാണിക്കോത്ത് അംഗൻവാടി അധ്യാപിക VV ഉഷാദേവിക്ക് യാത്രയപ്പൊരുക്കി. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം നിർവഹിച്ചു. 39 വർഷത്തെ പ്രശസ്ത സേവനം പൂർത്തിയാക്കി സർവീസിൽ നിന്നും വിരമിക്കുന്ന മാണിക്കോത്ത് അംഗൻവാടി അധ്യാപിക VV ഉഷാദേവി ടീച്ചർക്ക് നാട് യാത്രയപ്പ് ഒരുക്കി. സ്വർണ്ണ നാണയങ്ങളും ഉപഹാരങ്ങളും നൽകിയാണ് നാട് യാത്രാമംഗളം നേർന്നത്. പ്രദേശത്തെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള ആനുകൂല്യങ്ങൾ യഥാസമയം നേടിയെടുക്കുന്നതിനായി സാമൂഹ്യനീതി വകുപ്പിൽ നടത്തിയ ഇടപെടലുകൾക്കും അംഗൻവാടി കുട്ടികൾക്ക് നൽകിയ പരിചരണത്തിനും പ്രോത്സാഹനത്തിനും മാണിക്കോത്തുകാർ എന്നും നന്ദിയുള്ളവരും കടപ്പാടുള്ളവരുമായിരിക്കുമെന്ന് ചടങ്ങിനെത്തിയ നാട്ടുകാരും രക്ഷിതാക്കളും ഒരുപോലെ പറഞ്ഞു. അംഗൻവാടി വെൽഫെയർ കമ്മിറ്റിയും യുവചേതന മാണിക്കോത്തും നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് മാണിക്കോത്ത് ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിൽ യാത്രയപ്പ് സംഗമം ഒരുക്കിയത്. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം ചെയ്തു. പാത്രത്തിന്റെ കരുതലായി മാറുക. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെയും ടീച്ചറെ കുറിച്ച് എന്തെങ്കിലും 2 വാക്ക്, നേരത്തെ ഒരാൾ വല്ലാണ്ട് സങ്കടമായി, കരച്ചിലായി, കണ്ണീരായി ഒക്കെ ആയിരുന്നു. റിട്ടയർമെന്റിന്റെ ഡേറ്റ് ആവണത്രേ, അതിന് മുമ്പേ ഒരു സങ്കടത്തില്. അപ്പൊ ഒന്ന് ഈ നാടിനോട് ഞാൻ ഇനി കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലല്ലോ ഈ നാട്ടിലേക്ക് വരേണ്ടത് എന്നുള്ള അവരുടെ മനസ്സിലെ ചിന്ത ഉണ്ടാവും. നാട്ടിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. കാരണം നിങ്ങളെല്ലാവരും വേറെ സ്നേഹത്തോടു കൂടി തന്നെയായിരിക്കും ഉഷാദിച്ചറി എന്നെയും സ്വീകരിക്കുക. ഇതുവരെ നമ്മുടെ കുട്ടികളുടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കൗമാരക്കാരായ ആളുകളുടെ, ഗർഭിണികളുടെ ഒക്കെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ടീച്ചർ വന്നിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ ഏവരുടെയും സ്നേഹം അനുഭവിച്ചറിയാൻ ഒന്നുകൂടി നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുമായിരിക്കും. അത് എത്തുമായിരിക്കും എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇത്രയും നാൾ എത്തുമെന്നുള്ള ഉറപ്പ് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഒരു കുഞ്ഞിനെ അംഗൻവാടിയിലേക്ക് ചേർക്കാൻ പോകുന്ന ഒരമ്മ ഏറെ ആദ്യോടെ ആയിരിക്കും പോവുക. എന്തായിരിക്കും എൻ്റെ കുട്ടി അംഗൻവാടിയിൽ എത്തിയാൽ എന്ത് കുറുമ്പായിരിക്കും കാണിക്കുക എന്നൊക്കെ വിചാരിക്കും. പക്ഷെ 1-2 ദിവസം കഴിയുമ്പോൾ ടീച്ചറുമായിട്ട് നല്ല അടുപ്പത്തിലാവുകയും ടീച്ചറെ വിട്ടുപിരിയാനാവാത്ത രീതിയിലേക്ക് കുട്ടികൾ മാറുകയും ചെയ്യുന്നത് ആ ടീച്ചർ കൊടുക്കുന്ന അത്രയും കരുതലും സ്നേഹവും ആ കുട്ടിക്ക് ഉൾക്കൊള്ളുവാൻ പറ്റുന്ന ഒന്നുകൊണ്ട് മാത്രമാണ്. വെൽഫെയർ കമ്മിറ്റിയുടെയും യുവചേതനയുടെയും വക സ്വർണ്ണ നാണയങ്ങളും മറ്റ് ഉപഹാരങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാദേവിക്ക് നൽകി. ഇങ്ങോട്ടോ ചോരിവയൽ കുടുംബശ്രീ ഉൾപ്പെടെ മറ്റ് സംഘടനകളും ഉഷാദേവി ടീച്ചർക്ക് ഉപഹാരങ്ങൾ നൽകി. ICDS സൂപ്പർവൈസർ ഗ്രീഷ്മ, മാധ്യമപ്രവർത്തകൻ T മുഹമ്മദ് അസ്ലം, പ്രജിത് മാണിക്കോത്ത്, മാട്ടുമൽ ഹസൻ ഹാജി, രാഘവൻ കുന്നുമ്മൽ, ബിന്ധ്യ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. KV മാധവൻ അധ്യക്ഷത വഹിച്ചു. അശോകൻ മാണിക്കോത്ത് സ്വാഗതം പറഞ്ഞു. അംഗൻവാടി നടത്തിപ്പിൽ നാട്ടുകാരുടെ സഹകരണം വിലപ്പെട്ടതായിരുന്നുവെന്ന് മറുപടി ഭാഷണത്തിൽ ഉഷാദേവി ടീച്ചർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മെയ് 4 നടക്കുന്ന വോട്ടെണ്ണലിന്റെ വാർത്തകൾ തനിമയൊട്ടും ചോരാതെ ജനങ്ങളിലെത്തിക്കാൻ സിറ്റി ചാനൽ ഒരുങ്ങിക്കഴിഞ്ഞു. മെയ് 4 രാവിലെ 8:30 മുതൽ വോട്ടംഗം തത്സമയം സിറ്റി ചാനലിൽ. കേരളത്തിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് ഫലം നിങ്ങളിലേക്ക് എത്തിക്കുന്നതോടൊപ്പം കാസർഗോഡ് ജില്ലയിലെ 5 മണ്ഡലങ്ങളിലെ കൂടുതൽ വോട്ടെണ്ണൽ വിശദാംശങ്ങൾ സാങ്കേതിക തികവോടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ബുള്ളറ്റിൻ തത്സമയ സംപ്രേഷണം കേരള വിഷൻ IPTVയിലും മൊബൈൽ ആപ്പിലും യൂട്യൂബിലും ലഭ്യമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നെഞ്ചിടിപ്പോടെ മുന്നണികൾ. വോട്ടുകൾ കൂട്ടിയും കിഴിച്ചും ജനഹിതം തങ്ങൾക്ക് അനുകൂലമായിരിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് മുന്നണികൾ. കാറടുക്ക നാർക്കളത്ത് ബോക്സൈറ്റ് ഖനനം അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് കാടകം 13-ാം മൈലിൽ നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്ത് CPIM നേതൃത്വത്തിൽ മനുഷ്യമതിൽ തീർത്തു. കാസർഗോഡ് ജില്ലാ ഗണിതാധ്യാപക കൂട്ടായ്മയായ കാസറോമാൻസിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ജില്ലാ ഗണിതാധ്യാപക കൂട്ടായ്മയും സർവീസിൽ നിന്നും വിരമിക്കുന്ന ഗണിതാധ്യാപകർക്കുള്ള യാത്രയയപ്പും കാഞ്ഞങ്ങാട് എമിറേറ്റ്സ് ഹാളിൽ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് KCB ഓഫീസിലേക്ക് യുവമോർച്ച കാഞ്ഞങ്ങാട് മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. കലാസാംസ്കാരിക മേഖലയിൽ കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആർട്ട് ഫോറം കാഞ്ഞങ്ങാട് നാദവിസ്മയം സംഗീത പരിപാടി നടത്തി. ഉത്തര മലബാറിലെ പ്രമുഖമായ ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം മെയ് 5 മുതൽ 15 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. യോഗ അസോസിയേഷൻ ഓഫ് കാസർഗോഡും ജില്ലാ സ്പോർട്സ് കൗൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 10ാമത് ജില്ലാ സ്പോർട്സ് യോഗാസന ചാമ്പ്യൻഷിപ്പിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.